എന്താണ് അംജിത്തെ നിന്നെ പ്രതീക്ഷയുള്ള കാരണം? സുഹൃത്തുക്കളെ, പ്രിയരെ, നാളെ ഞായറാഴ്ചയാണ്. രാവിലെ കുർബാന നടക്കണം. നിങ്ങൾ രാവിലെ കല്ലാനോട് ഗ്രൗണ്ടിലൊന്ന് വന്ന് നോക്കുക. നാളെ കുർബാനയ്ക്ക് വരുന്ന ആൾക്കാരോ അല്ലെ ഇന്ന് വൈകുന്നേരം വരാൻ പറ്റുന്ന ആൾക്കാരോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഗ്രൗണ്ടിലൊന്ന് വന്ന് നോക്കുക. നിങ്ങൾ ആ ഗ്രൗണ്ടിന്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ടീമിനെ ഇറക്കി കല്ലാനോടിന് വേണ്ടി കപ്പടിച്ച് ടീം മാനേജറായിരുന്നു ഞാൻ. ആ ഗ്രൗണ്ടിൽ കുറെ മിറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ കൂന കൂട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുപോയി 2 ദിവസം ആരോ നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണോ നമ്മൾ ഈ കല്ലാനോട് ഗ്രൗണ്ടിനെ ചെയ്യേണ്ടത്? എന്തൊരു ശാപമാണ്! ഈ നാടിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ കാരണവന്മാരുണ്ടാക്കിയ ഗ്രൗണ്ടാണത്. ഈ ഗ്രൗണ്ടില് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ അങ്ങനെ ഒരു ജാതിമത ഭേദമില്ല. സ്കൂളുകളുണ്ട്. ആ ഗ്രൗണ്ടിനെ ഇങ്ങനെ നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല? ഈ കല്ലാനോടുള്ള ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രതികരണ ശേഷി ഇല്ല എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? നിങ്ങളൊന്ന് വന്ന് നോക്ക് ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ. നാളെ ഒരു കൊച്ച ആ ഗ്രൗണ്ടിൽ ഓടിക്കഴിഞ്ഞാൽ ഈ കല്ല് ഒരു മഴയത്ത് അത് മുളച്ചു പൊന്തി വരും. ആ കൊച്ചിന്റെ കാല് പോകും. അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ട്. ഇതല്ല ചെയ്യേണ്ടത്. ഒന്നേ ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, വലിയൊരു ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് മൊത്തം നിരത്തിയിട്ട് മണ്ണ് മൊത്തം മാന്തിയിട്ട് അതൊരു വാട്ടർ ലെവൽ ചെയ്തിട്ട് ഇല്ലേ നല്ല മണ്ണ് കൊണ്ടുപോയി നിരത്തണം. ഇവർ ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ലാഭവിഹിതം മുഴുവൻ എടുത്തിട്ട് ഈ ഗ്രൗണ്ടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഈ പള്ളിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെയാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നില്ല? നിങ്ങൾക്ക് ആരെയാ പേടി? എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നേ? നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ ധൈര്യമായിട്ട് പറ. നിങ്ങൾ നാളെ വന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഞായറാഴ്ച നാളെ പള്ളി കുർബാനയ്ക്ക് വരുന്നല്ലേ? നാളെ വന്നിട്ട് ആ ഗ്രൗണ്ടിലോട്ടൊന്ന് നോക്ക്. കുറെ മെറ്റിൽ പോലത്തെ സാധനം കൊണ്ടുപോയി കൂട്ടിയിട്ടേക്കുക. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളുടെ ഓരോ പ്രതികരണമാണ് ഈ നാടിന്റെ നന്മയും വിജയമായിട്ട് വരുന്നത്. അതുകൊണ്ട്